ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കുട്ടൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ചക്കറി കൃഷിയിൽ ചെറിയൊരു പരീക്ഷണം നടത്തി നോക്കിയായിരുന്നു. അതെന്തായാലും വിജയിച്ചു. അത് കാണിക്കാൻ വേണ്ടി എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇതാണ്. ഞാൻ ഒരു 5-6 മാസം മുമ്പ് കുറച്ച് കറിവേപ്പിലയുടെ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ കുറേ കറിവേപ്പില കായ്ച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ കായ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്കൊരു ഇത് തോന്നി, ഒന്നുകൊണ്ട് നട്ട് നോക്കിയാലുണ്ടാവുമെന്ന്. കാരണം ഞാൻ തൈകൾ ഒരുപാട് ഇവിടെ നട്ടെങ്കിലും അങ്ങോട്ട് അത്ര കാര്യമായിട്ട് പിടിക്കണില്ല. തൈകൾ കുറച്ചങ്ങ് വളർന്നു കഴിയുമ്പോൾ പിന്നെ ഇലയൊന്നും പിടിക്കണില്ല, കുരുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വിത്ത് ഒന്ന് കൊണ്ടിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ വിത്ത് ഒരു ഗ്രോ ബാഗിൽ കൊണ്ടുവന്ന് പാകി ഒരു 10-15 വിത്തോളം ഞാൻ ഇട്ടിരുന്നു. ഒരു 6-7 എണ്ണം ശരിക്കും കിളുക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും എനിക്ക് തൈകളായിട്ട് കിട്ടിയത് ഒരു 4-5 തൈ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ എന്തോ പുഴുക്കളൊക്കെ കടിച്ച് പോവുകയാണ് ചെയ്തത്. കണ്ട ആ തൈകൾ ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇത് ഞാൻ മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് ഒരു ചെറുതും ഒരു വലുതും കൂടി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതും തറയിൽ തന്നെയാണ് നിൽക്കുന്നത്. നല്ല ചെറിയ മണമുള്ള കറിവേപ്പിലയാണിത്. പിന്നെ ഞാൻ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്, അതും കൂടെ കാണിക്കാവേ. ഇതാണ് ഞാൻ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത്. ഞാനിതിന് പരീക്ഷണം എന്ന് പറയാൻ കാരണം ഞാൻ പല സംഭവങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണതിന് എന്താ പറയേണ്ട പരീക്ഷണം തന്നെ പറയണമല്ലോ. വിജയിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ വിജയിച്ച് സക്സസ് ആയാൽ മാത്രമേ ഞാനത് പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്കിത് സക്സസ് ആവുകയും ചെയ്തു. തൈകൾ നല്ല രീതിയിൽ വളരുന്നുമുണ്ട്. കണ്ടോ, ഇപ്പോൾ കാണിച്ച ആ തൈനെക്കാട്ടിലും അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഈ ഗ്രോ ബാഗിൽ നിൽക്കുന്ന തൈകൾ. അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ശിഖരങ്ങളൊക്കെ വന്നും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഞാൻ അങ്ങനെ നട്ട തൈകളാണ്. പിന്നെ നല്ല മണമാണ് കേട്ടോ. കുഞ്ഞിലയും ചെറിയ ഇലയുള്ള കറിവേപ്പിലയും നല്ല മണവുമാണ് ഇതിന്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. അപ്പോൾ കറിവേപ്പിലിൻ്റെ തൈ നട്ടിട്ട് പിടിക്കാത്തവർ ഈ വിത്ത് കിട്ടുവാണെങ്കിൽ അത് മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം കേട്ടോ.